സൈന്യത്തെ അധിക്ഷേപിച്ച് വീണ്ടും കോൺഗ്രസ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ദിനം ഭാരതം പരാജയപ്പെട്ടെന്ന കോൺഗ്രസിൻ്റെ അധിക്ഷേപം. കോൺഗ്രസ് മുതിർന്ന നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാനാണ് വിവാദ പരാമർശം നടത്തിയത്. ഇന്ത്യൻ പോർവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്നും പൃഥ്വിരാജ് ചവാൻ്റെ പരാമർശം. ആ പരാമർശം ഒന്ന് കാണാം. पहिल्या दिवशी आपला संपूर्ण पराभव झाला. 7 तारखेला जे हवाई युद्ध अर्ध्या तासात झालं त्यामध्ये आपला टोटल पराभव झाला. हे कोणी मान्य करो वगैरे न करो. आणि त्यामुळे त्या दिवशी भारताची जी विमानं पडली त्या दिवशी सगळा भारताचा एअरफोर्स हा ग्राउंड झाला. त्यानंतर एकही विमान उडलं नाही. तर कुठेही विमान उडलं की पाकिस्तानचं तुमचं विमान ग्वाल्हेर असेल किंवा बठिंडा असेल किंवा सिरसा असेल तिथं पाडायची शक्यता असल्यामुळं आपलं कम्प्लीट एअरफोर्स ग्राउंड झालं. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗൗതം, ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. കോൺഗ്രസ് ഇതിനു മുമ്പും സൈന്യത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. നേതാക്കന്മാർ ഇങ്ങനെ മാറി മാറി അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴിതാ പൃഥ്വിരാജ് ചവാനാണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ദിവസം ഭാരതം പരാജയപ്പെട്ടു. മാത്രമല്ല, സൈനികരെ ഇകഴ്ത്തിക്കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പോർ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിനുള്ള അടിസ്ഥാനം? എന്താണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ? ഗൗതം, അൽനബീർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതൊരു പുതിയ സംഭവമല്ല. മറിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ തുടർച്ചയായി ഇങ്ങനെ സൈന്യത്തെ അവഹേളിക്കുന്ന ഒരു രീതി നമ്മൾ പലപ്പോഴായി കണ്ടുവരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സൈന്യം ശത്രു രാജ്യങ്ങൾക്ക് മേൽ വലിയ പ്രഹരമേൽപ്പിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ സൈനികമായി നമ്മൾ ഒരുപാട് മുന്നിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജ് ചവാൻ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ നേതാവല്ല, മറിച്ച് മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ സീനിയർ നേതാവാണ്. ഇദ്ദേഹം പൂനെയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ പൃഥ്വിരാജ് ചവാൻ പറയുന്നത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യത്തെ ദിവസം ഇന്ത്യൻ സൈന്യം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ നിരവധി പോർ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. ഇന്ത്യൻ എയർഫോഴ്സ് ആ സമയത്ത് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുകയായിരുന്നു എന്ന ഒരു പരാമർശം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് പഹൽഗാമിൽ കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഏതാണ്ട് 26 ഭാരതീയരെ, നിഷ്കളങ്കരായ ആളുകളെ ഇസ്ലാമിസ്റ്റുകൾ വെടിവെച്ച് കൊല്ലുന്നത്. അതിന് തിരിച്ചടി എന്ന നിലയിൽ നമ്മുടെ സുരക്ഷാ സേന മെയ് മാസം 7-ാം തീയതി അർദ്ധരാത്രിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരമാധികാരത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർക്ക് ഏത് രീതിയിലുള്ള മറുപടിയാകും ഈ രാജ്യം നൽകുക എന്ന സന്ദേശം നൽകുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അന്ന് POJKയിലെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലേക്കുമൊക്കെ നമ്മുടെ പോർവിമാനങ്ങൾ എത്തി അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഈ ജിഹാദികൾക്ക് നൽകിക്കൊണ്ടാണ് അന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കം കുറിച്ചത്. ഇതേപ്പറ്റിയാണ് ഈ കോൺഗ്രസ് നേതാവ് വളരെ മോശം രീതിയിലുള്ള പരാമർശം നടത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടക്കത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് മുന്നിൽ പരാജയപ്പെട്ടു എന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടിയുടെ, രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാവും പറയുകയാണ്. ഇത് ആദ്യത്തെ സംഭവമേ അല്ല. കാരണം നേരത്തെ ബാലാകോട്ടിൽ ഭാരതത്തിൻ്റെ തിരിച്ചടി ഉണ്ടാകുന്ന ഘട്ടത്തിൽ, അതായത് പുൽവാമ ഭീകരാക്രമണം 2019 ഫെബ്രുവരി മാസം 14-ന് നമ്മുടെ 41 CRPF ജവാന്മാരെ പുൽവാമയിൽ ഇസ്ലാമിസ്റ്റുകൾ ഭീകരാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതിന് തിരിച്ചടി എന്ന നിലയിൽ പിന്നീട് 2019 ഫെബ്രുവരി മാസം 26-ാം തീയതി പുലർച്ചെ ഭാരതത്തിൻ്റെ പോർവിമാനങ്ങൾ ബാലാകോട്ടിൽ നടത്തിയിട്ടുള്ള എയർ സ്ട്രൈക്ക് ഉണ്ട്. ആ ബാലാകോട്ടിലെ എയർ സ്ട്രൈക്ക് ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കുമ്പോഴും അന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ പറഞ്ഞത് ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ കുറച്ച് മരങ്ങൾക്കാണ് കേടുപാട് സംഭവിച്ചത് എന്നായിരുന്നു. അപ്പോൾ ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണെന്നാണ് BJPയും വിമർശിക്കുന്നത്. എന്തായാലും ഈ പൃഥ്വിരാജ് ചവാൻ്റെ ഈ വിവാദ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ്. ഇന്നൊരു പക്ഷേ പാർലമെന്റിൽ ഉൾപ്പെടെ BJPയും NDAയും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരുടെ ദേശസ്നേഹം എത്രത്തോളം കപടമാണ് എന്ന് തെളിയിക്കുന്നതാണ്, വിളിച്ചു പറയുന്നതാണ് പൃഥ്വിരാജ് ചവാൻ്റെ പരാമർശം. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെയും ഇതുപോലുള്ള ദേശവിരുദ്ധ പരാമർശങ്ങൾ അല്ലെങ്കിൽ സൈന്യത്തെ ഇകഴ്ത്തിക്കൊണ്ടുള്ള
പരാമർശങ്ങൾ, സൈന്യത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് അവർ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായി ബോധ്യപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.